നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാൽ ഇപ്പോ നിന്റെ തീരുമാനമല്ല ഈശ്വരന്റെ തീരുമാനമെന്ന് നിനക്ക് മനസ്സിലായില്ലേ? മോളെ, രണ്ടാമതൊരു താലി നിന്റെ കഴുത്തിൽ വീഴണമെന്ന് തീരുമാനിച്ചത് നീയല്ല, ഈശ്വരനാണ്. ഈശ്വര നിശ്ചയമാണത്. അത് നീ വലിച്ചു പൊട്ടിച്ചെറിയാൻ തുടങ്ങിയപ്പോ അതിനെ വിലക്കിയതും ഞാനാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? താലി കെട്ടിയത് ശിവദാസ് ആയതുകൊണ്ട്. അയാളെ ഏതെങ്കിലും തരത്തിൽ നിനക്ക് കുറ്റപ്പെടുത്താൻ കഴിയോ? ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ അച്ഛ. എനിക്ക് ബഹുമാനമാണ്, ഇപ്പോ കടപ്പാടുമാണ്. അതെ, എന്നാൽ നിനക്ക് വേണ്ടി ഒരുപാട് ആക്ഷേപങ്ങൾ സഹിക്കുന്നുണ്ട് അയാൾ. ഇന്ന് തന്നെ നീരജ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് നീ കേട്ടോ? കേട്ടില്ല, പക്ഷേ അകത്ത് വന്ന് എന്റെ അടുത്ത് ബഹളം വെച്ചു. അപ്പോ ഏകദേശ രൂപം എനിക്ക് മനസ്സിലായി. അയാൾ ഒരുപാട് സഹിക്കുകയാണ്. ഇന്ന് ഗത്യന്തരമില്ലാതെ പൊട്ടിത്തെറിച്ച് സംസാരിച്ചു അയാൾ. അപ്പോഴും സ്നേഹം കൈവിട്ട് കളഞ്ഞില്ല. ഒരു മോളോട് പറയുന്നത് പോലെ, ശാസിക്കുന്നത് പോലെയാണ് അയാൾ സംസാരിച്ചത്. ഈ താലികെട്ടുകൊണ്ട് നീ ഒരുപാട് അപമാനം സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മക്കളുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും അവരാരും നിന്നെ മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ ശിവദാസിന്റെ മനസ്സ് നീയും മനസ്സിലാക്കുന്നില്ല. അയാൾക്കുമുണ്ട് പ്രശ്നങ്ങൾ. എനിക്കറിയാം, എന്റെ നാണക്കേട് പോലെ ശിവദാസ് സാറിനും ഉണ്ടാവും. അതല്ല മോളെ, നാണക്കേടിന്റെ വിഷയമല്ല. അപഹാസ്യനാവുക എന്ന് പറയും, അത് വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ അലോക് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ആര് കാരണമാ? ഇനി മറ്റൊരാളാണെങ്കിൽ കൂടി ഇത്ര ആത്മാർത്ഥത കാണിക്കുമോ?